അയൽവക്കക്കാരൻ കേസ് കൊടുക്കും. കാരണം ഈ പുളിമരത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇലഞ്ഞി വെച്ച് കഴിഞ്ഞാൽ യക്ഷിയോ ഗന്ധർവനൊക്കെ വരുമെന്ന് പറയും. ഈ ഇലഞ്ഞി നിന്ന് ഒത്തിരി ഓക്സിജൻ വരും. പണ്ട് കാലത്ത് സ്ഥലങ്ങളുള്ള കാലത്താണ് ഇതെല്ലാം വച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മരങ്ങൾ വയ്ക്കാൻ പറയുമ്പോൾ വീടിന്റെ മുറ്റത്ത് മരം വെച്ചാൽ അത് പ്രശ്നങ്ങളാണ്. സർ, ഈ വീടിന്റെ പരിസരത്ത് പ്രത്യേകിച്ച് മുൻവശത്ത് നടാൻ പറ്റിയ മരങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചില മരങ്ങൾ നടാൻ പറ്റാത്തതുണ്ടോ, അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും വീടിന്റെ പരിസരത്ത് പഴയ കാലത്ത് മരങ്ങൾ നടാറില്ല. ഇത്തിരി അങ്ങോട്ട് മാറി. അതായത് ഇന്നത്തെ കാലത്ത് അല്പരാശി പ്രമാണത്തിലാണ് വീട് വയ്ക്കുന്നത്. വീടിനോട് ചേർന്ന് മരങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രയോജനമുള്ള ഇപ്പം മാവ്, പ്ലാവ്, പണ്ട് പുളി വയ്ക്കുമായിരുന്നു. തെക്ക് ഭാഗത്ത് പുളിയാണ് പണ്ട് വാർപ്പുളി എന്ന് പറഞ്ഞ വാളംപുളി. ഇതാണ് നമ്മൾ പണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുളി ഇന്ന് വീട്ടിൽ വെച്ചാൽ അയൽവക്കക്കാരൻ കേസ് കൊടുക്കും. കാരണം ഈ പുളിമരത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ വേര് സകല സ്ഥലത്തേക്ക് ഓടിപ്പോയി വീടൊക്കെ തുളച്ച് കയറും. ഇപ്പം അത് കാരണം ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ പഴയ നിയമപ്രകാരമുള്ള മരങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം 10 സെന്റിൽ വയ്ക്കുന്ന വീടിനകത്ത് വയ്ക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ഒട്ടുമാവും, ചെറിയ പ്ലാവും, ഇലഞ്ഞി, ഈ ഇലഞ്ഞിയുടെ തന്നെ ബഡ്ഡി, ചെറിയ അധികം വളരാത്ത സംഭവമൊക്കെയാണ് നമ്മൾ സാധനം യൂസ് ചെയ്യുന്നത്. ശരിക്കും കിഴക്ക് പുറത്ത് വരിക്കപ്ലാവ്, തെക്ക് പുറത്ത് വാർപ്പുളിയും, പടിഞ്ഞാപ്പുറത്ത് നെല്ലിയും, വടക്ക് പുറത്ത് മാവ്, അതുപോലുള്ള വീട്ടിലേക്ക് ആവശ്യമായ വൃക്ഷങ്ങൾ, പുളി, ഈ ചെറിയ പുളിയില്ലേ, ഇതൊക്കെയാണ് സാധനം വടക്ക് പുറത്ത്. ഈ പറഞ്ഞ വൃക്ഷങ്ങൾക്കൊക്കെ വേരിന് നല്ല ഓട്ടം ഉള്ളതാണല്ലോ. പണ്ട് കാലത്ത് സ്ഥലങ്ങളുള്ള കാലത്താണ് ഇതെല്ലാം വച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മരങ്ങൾ വയ്ക്കാൻ പറയുമ്പോൾ വീടിന്റെ മുറ്റത്ത് മരം വെച്ചാൽ അത് പ്രശ്നങ്ങളാണ്. പണ്ട് കാലത്തും വീടിൻ്റെ ഒപ്പം വീടിന് മേളിൽ മരം വന്നാൽ വെട്ടിക്കളയും കട്ടായോ എന്നുള്ളതിനകത്ത് പ്രമാണം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്ന വീടിന് പണ്ട് മുറ്റം അടിച്ച് വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചൂല് അല്ലെങ്കിൽ ഇതുകൊണ്ട് മുറ്റം അടിച്ച്, അതായത് വീടിൻ്റെ ഒപ്പം തന്നെ വീടിൻ്റെ അത്രയും വിസ്താരം ഒന്നുകൂടി പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ ഇത് ചെയ്യും. അതിനും പുറത്താണ് മരങ്ങൾ വയ്ക്കുന്നത്. അപ്പം അത്ര ഏരിയ ഉണ്ടെങ്കിലാണ് മരങ്ങൾ സാധാരണഗതിയിൽ പണ്ട് മരങ്ങൾ വയ്ക്കുന്നത്. ഇന്നിപ്പം മരങ്ങൾ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ വാസ്തു നിയമമാണെന്ന് കണ്ടിട്ട് വീടിൻ്റെ തൊട്ട് ചേർത്തിട്ടൊക്കെ വയ്ക്കും. വയ്ക്കാൻ പറ്റിയ പ്ലാവ്, ചെറിയ പ്ലാവ്, അതായത് ചെറിയ പ്രായത്തിൽ കായുണ്ടാകുന്ന പ്ലാവുകളും ഒട്ടുമാവുകളും അതുപോലുള്ള ചെറിയ അധികം ഉയരം വരാത്തതാണ്. കാരണം നമ്മൾ അതിന്റെ വീടിന്റെ സംരക്ഷണം കൂടി നോക്കണം. ഇത് നമ്മുടെ വീടിന്റെ മാത്രമല്ല, അപ്പുറത്തെ വീട്, തൊട്ടടുത്ത് വീടുകളാണ്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കൂടി മരം വെക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് ആൾക്കാർ മുഴുവൻ വീട്ടിൽ മരം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം മരം വെക്കണം, മരം മനുഷ്യന് ആവശ്യമാണ്. കാരണം നമുക്ക് ഓക്സിജൻ കിട്ടണം. ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചുറ്റിനും മരങ്ങളും ചെടികളും വയ്ക്കുക. അത് വീടിന് ദോഷമില്ലാത്ത രീതിയിൽ മരങ്ങൾ വയ്ക്കാം. അതിനകത്ത് യാതൊരു ഇതുമില്ല. വീടിന്റെ മുൻഭാഗത്ത് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങൾ വയ്ക്കാം. ഈ വീടിന്റെ പ്രധാന വാതിലിനെ ഫേസ് ചെയ്ത്, അതായത് അതിന്റെ നേരെ ചില വൃക്ഷങ്ങൾ വെക്കാം, അത് അങ്ങനെയൊക്കെ ഒരു നിയമമില്ലേ? ഗേറ്റിന്റെ മുമ്പിൽ എന്തു വെച്ചാലും വേദം വരും. വേദമാണല്ലേ? എന്തു വെച്ചാലും വേദമാണ്. അത് മരം മാത്രമല്ല, മരമല്ല, കിണറായാലും എന്തായാലും വേദമാണ്. ഇപ്പൊ ഗേറ്റിന്റെ മുമ്പിൽ തന്നെ തുളസിത്തറ വെക്കുന്ന വീടുകളുണ്ട്. അത് ഒരു വേദമാണ്. അത് അങ്ങനെ വെക്കാൻ പാടില്ല. പ്രധാന വാതിലിൽ നിന്ന് ഗമനം കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ ഒത്തിരി വീടുകളിൽ അങ്ങനെയുണ്ട്. ഒത്തിരി വീടുകളുണ്ട്. ഐശ്വര്യെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐശ്വര്യം എല്ലാവരും ഗമനം എന്ന് പറയും. ശരിക്കും വടക്കോട്ടും കിഴക്കോട്ടും ദർശനമുള്ള വീടുകൾക്ക് തറപ്പൊക്കത്തേക്കാൾ താഴ്ത്തി ആണ് തുളസിത്തറ പണിയേണ്ടത്. അത് പ്രധാന വാതിലിന് ഇടത്തോട്ട് 4 അങ്കുലം തള്ളി വെക്കണം. പടിഞ്ഞാറും തെക്കും ദർശനമുള്ള വീടുകൾക്ക് തറപ്പുറത്തേക്കാൾ ഉയർത്തി കൊടുക്കാം. ഒന്ന് എനർജിയെ അവിടെ തടഞ്ഞു നിർത്തേണ്ട അത്യാവശ്യമാണ്. ഇവിടെ എനർജി കയറി വരണം. വടക്കുന്നും കിഴക്കുന്നുള്ള എനർജി കയറി വരണം. പടിഞ്ഞാറും തെക്കും എനർജി തടസ്സപ്പെടുത്തണം. ഈ തടസ്സപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഉയരം കൂട്ടി കൊടുക്കും. അതിനകത്ത് തെറ്റില്ല. അവിടെ രണ്ടിടത്ത് ഉയരം താഴ്ത്തി വീടിൻ്റെ നേരെ മുമ്പിൽ തുളസിത്തറ വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഗേറ്റ് പോലും നേരെ വയ്ക്കാൻ പാടില്ല. ഗേറ്റ് വയ്ക്കാനും ഈ വാതിൽ വയ്ക്കുന്നതിനൊക്കെ ഈ പറഞ്ഞ ഏകാശിധിപത വാസ്തുപുരുഷ മണ്ഡലം, അതിനകത്ത് ഓരോ ഗേറ്റിനും ഓരോ ഡോറിനും ഒക്കെ ഓരോ ജനലിനും ഒക്കെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഇന്ന പദങ്ങളിൽ ജയന്തൻ്റെ പദത്തിൽ, ഈശാന്റെ പദത്തിൽ, വർജിന്യൻ്റെ പദത്തിൽ
കുബേരൻ്റെ പദത്തിൽ സോമൻ്റെ പദം അങ്ങനെ പറയുന്നുണ്ട്. സോമൻ്റെ പദത്തിലൊക്കെ വാതിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ഒരു കോടീശ്വരന്മാരായിരിക്കും. സോമന്റെ പദം ഉദ്ദേശിക്കുന്നത് ചന്ദ്രനുമായിട്ട് എന്തെങ്കിലും ആണ്, ചന്ദ്രനുമായിട്ട് ബന്ധമുള്ളതാണ്. അവിടെ തന്നെ കുബേരനെ തൊട്ടടുത്തുണ്ട്, കുബേരൻ്റെ പദമുണ്ട്. ഇതിലൊക്കെ നമുക്ക് വേണ്ട ധനങ്ങളെല്ലാം വന്നു ചേരാനുള്ള ഓരോ വാതിലുകളും ജനലുകളും പണ്ടുള്ള വാസ്തു ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല രീതിയിലേക്കുള്ള ധനാഗമനവും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി എന്നും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ചില വൃക്ഷങ്ങൾ, അത് ഏതൊക്കെ വൃക്ഷമാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ വീടിന്റെ ചില ദിശകളിൽ നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഐശ്വര്യമാണെന്ന്. അതെ, അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാൻ ഇപ്പൊ പ്ലാവ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം തരുന്ന ഒരു ഉത്തമ വൃക്ഷമാണ്. പിന്നെ മരങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ മരങ്ങൾ വച്ച് പിടിപ്പിച്ച ഇഷ്ടംപോലെ ഐശ്വര്യം, തെക്കുഭാഗത്ത് പുളി വെച്ച ഐശ്വര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സാഹചര്യം നടക്കില്ല. കാരണം 10-15 സെന്റ് സ്ഥലത്തിൽ ഈ വൃക്ഷങ്ങൾ വെച്ചാൽ ഇതിന്റെ വേരോട്ടം ഏതാണ്ട് ഏക്കർ കണക്കിന് ഇത് പോകും. അത് മറ്റുള്ള വീട്ടുകാർക്ക് കൂടി അസൗകര്യം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ ഇതൊക്കെ വലിയ വൃക്ഷങ്ങളാണല്ലോ, വലുതായി വരുന്ന വൃക്ഷങ്ങൾ. വടക്ക് ഭാഗത്ത് ഇത്തി എന്ന് പറഞ്ഞ ഈ അത്തിയുടെ ഇത്തി, ആ ഇത്തി അത് വെച്ച് അതിന്റെ ബോൺസായി ചെടി കിട്ടും. അതാണ് ഞാൻ ആ ചോദിക്കാൻ ബോൺസായി വെച്ച് കഴിഞ്ഞാൽ മതി. ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം ബോൺസായി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ ഈ വൃക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ഇതൊക്കെ വലുതാവുന്ന വൃക്ഷങ്ങളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ബോൺസായി ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, വീടിന് ചുറ്റും വെക്കാൻ പറ്റിയ ഇലഞ്ഞി പോലത്തെ ചെടിയുണ്ട് നമ്മളെ ഗാർഡൻസിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഈ ഇലഞ്ഞിയുടെ അതേ ഇനത്തിൽപ്പെട്ടാണ്. ഇലഞ്ഞി ശരിക്കും പണ്ട് കാലത്ത് വീടുകളിൽ പേടിയായിരുന്നു. ഇലഞ്ഞി വെച്ച് കഴിഞ്ഞാൽ യക്ഷിയോ ഗന്ധർവനൊക്കെ വരുമെന്ന് പറഞ്ഞു. ഇലഞ്ഞി നല്ലൊരു ഇതാണ്. ആല് പക്ഷെ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കാർക്ക് പേടിയായതുകൊണ്ട് ആല് വെക്കാറില്ല. ആല് ഒത്തിരി അങ്ങ് ഉയർത്തി പോകും. ഈ ഇലഞ്ഞി ഇന്ന് ഒത്തിരി ഓക്സിജൻ വരും. നമ്മളിപ്പോൾ പല നല്ല വീടുകളിലും നല്ല ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടില് ശിവക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇലഞ്ഞി. അത് പൂവലഞ്ഞി വലുതായിട്ട് വന്നതാണ്. ഇത് ബുഷ് ടൈപ്പാണ്. ഇത് അതിൻ്റെ ആ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അത് നമ്മൾ ഗാർഡനിൽ കിട്ടും. അതിൻ്റെ ഒരു സെറ്റിന് വേണ്ട 700 രൂപ 750 രൂപ ഒരെണ്ണത്തിന് വില കൂടുതലത്. ബോൺസായി ചെയ്തു നല്ല പോലെ ഇലയുണ്ട് അതിന്. അധികം ഉയരം വരില്ല. ഒരു മതിലിനേക്കാൾ അല്പം ഉയരേ വരുള്ളൂ. അതൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കാം. അങ്ങനെ ഒത്തിരി ചെടികളുണ്ട്. എല്ലാ ചെടിയും നമുക്ക് ഇങ്ങനെ ആ വീടിന്റെ ദിശ, വീടിന്റെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കിയിട്ട് അടുക്കളയുടെ സ്ഥാനം ഇതെല്ലാം നോക്കിയിട്ടാണ് ചെടികൾ കൂടി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ തുളസി വീടിന്റെ എവിടെ വേണമെങ്കിലും വെക്കാം. തുളസി ഒരു ഐശ്വര്യമുള്ള ചെടിയാണ്. ഈ റോസ വെക്കാൻ പാടില്ലെന്നൊക്കെ ആൾക്കാർ പറയും. വെറുതെ റോസ ഒരു ഭംഗിയാണ്. വീടിന്റെ ഇഷ്ടംപോലെ വീടുകളിൽ നല്ല വീടുകളിൽ റോസ് നിൽപ്പുണ്ട്. മുള്ളുള്ള ചെടിയൊന്നും വെക്കാൻ പാടില്ലെന്ന് ഏതോ ഒരു വാസ്തു പുസ്തകത്തിൽ ഞാൻ കണ്ടതാ. അങ്ങനെയൊന്നുമില്ല. എല്ലാ ഇതൊന്നും നെഗറ്റീവ്സ് അല്ല. ചെടികൾ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ എല്ലാ ചെടികളും നെഗറ്റീവ്സ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളില് നമ്മുടെ ഇന്റീരിയറിന്റെ ആ ഒരു സംഭവം വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്ലാന്റ്സ് വെക്കാറുണ്ടല്ലോ. അപ്പൊ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട്. ചെറിയ പ്ലാന്റ് അതുപോലെ ഈ മണി പ്ലാന്റിന്റെ തന്നെ ചെറിയ ടൈപ്പ്. ഇതിനൊക്കെ ദിശ നോക്കേണ്ട കാര്യമുണ്ട്. മണി പ്ലാന്റ് സാധാരണ വീടിന്റെ മെയിൻ വാതിലിന് തൊട്ട് ചേർന്ന് ഏതെങ്കിലും ഷോക്കേസിലോ അല്ലെങ്കിൽ അലമായ ഇതിൽ തട്ടിൽ വെക്കാറുണ്ട്. അത് ഒരു നല്ല ചെടി, നല്ല ഇതാണ്. വീട്ടിലേക്ക് ധാരാളം ധനം ഐശ്വര്യം വരുത്തും. ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന സംഭവം അതിനകത്തൊരു സംഭവം ചെയ്യുന്ന ബെഡ്റൂമിനോട് അടുത്ത് വെക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡ് രാത്രി കാലങ്ങളിൽ ഇതിന് ഇഷ്ടംപോലെ പുറത്തേക്ക് വരും. പക്ഷെ നാസയുടെ ഒരു ഇതില് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ഓക്സിജൻ എന്തോ ഏതൊരു സമയത്ത് ഓക്സിജൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വായിച്ചൊരു ഓർമ്മ. ഓക്സിജൻ ഉണ്ട്, പക്ഷെ രാത്രി കാലങ്ങളിൽ ഇതിനകത്തുനിന്ന് ആവശ്യത്തിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് കൊണ്ട് ജനലും വാതിലുകളും അടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് ശ്വാസോച്ഛ്വാസത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഈ സംഭവം വീടിന്റെ ബെഡ്റൂമിന് അടുത്ത് വെക്കരുതെന്ന് പറയുന്നത്. ബെഡ്റൂമിനോട് അടുത്ത് വെക്കരുത്. അടുക്കളയുടെ അവിടെയൊക്കെ രാവിലെ ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഓക്സിജൻ വന്നുകൊണ്ടിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. നന്ദി സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ
ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.